രാഷ്ട്രീയം ഏതായാട്ടെ, പക്ഷേ രാഷ്ട്രം നന്നായാൽ മതി എന്ന് പറയപ്പെടുന്ന ഒരു ചിന്ത വളരെ നല്ലതാണ് എന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രീയം ഏതായാലും നമ്മുടെ രാജ്യം നന്നായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നന്നായിരിക്കണം എന്ന് പറയപ്പെടുന്നതിൽ ഒരു അഭംഗിയും ഞാൻ കാണുന്നില്ല. ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ ശശി തരൂർ പറഞ്ഞത് എന്നതിനെക്കുറിച്ചൊരു സംശയമുണ്ടെന്ന് മാത്രം. കാരണം അത് ആർക്കെങ്കിലും എതിരെയുള്ള ഒരു ഒളിയമ്പാട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു ഒളിയമ്പാട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അത് ഈ പ്രത്യേക കോൺടെസ്റ്റിൽ വന്നപ്പം എനിക്കും അങ്ങനെ തോന്നി. കാരണം എന്ന് വെച്ചാൽ കൊളംബിയ പോയിട്ട് ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു, ഇന്ത്യയിൽ ഡെമോക്രസി ഇല്ല, ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ പൊളിയാണെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പം കൊളംബിയൻ ഭരണാധികാരികൾ തന്നെ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അവർ തന്നെ പറഞ്ഞ് നരേന്ദ്രമോദിയൊക്കെ ഇത്രയും നന്നായിട്ട് ഭരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയാൻ ഇടയായത് എന്താണെന്നുള്ളത് അതിശയത്തോടെയാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ വിദേശത്ത് എവിടെ പോയാലും, അതിന് UK പോയാലും അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ പോയാലും അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്നാലും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ശൈലി രാഷ്ട്രത്തിനെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്. രാഷ്ട്രത്തിനെ അധിക്ഷേപിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളൊരു മറുപടിയാണോ എന്ന് ഞാനും സംശയിക്കാതിരുന്നില്ല. പ്രത്യേകിച്ച് ഈ കൊളംബിയ പ്രശ്നം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഡൽഹിയിലെ നായന്മാരുടെ ഒരു മീറ്റിങ്ങിൽ കയറി, ഡൽഹി നായർ സമാജത്തിന്റെ മീറ്റിങ്ങിൽ കയറി ഇങ്ങനെ പറഞ്ഞപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞതാണ്. അതെ, ഡൽഹി നായരാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഡൽഹി നായർ സമാജത്തിന്റെ മീറ്റിങ്ങിലാണ് ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞത്, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നുള്ളത്. ഇത് തീർച്ചയായിട്ടും പണ്ട് നമുക്കിത് ഓർമ്മ വരുന്ന എപ്പോഴേ ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാലും എന്ന് പറയപ്പെടുന്ന വലിയ വാചകം, വലിയ മനുഷ്യൻ, ഗുരുവിന്റെ വാക്കുകളാണ്. അതുപോലെയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന് പറയപ്പെടുന്ന വാദം. അതിനകത്ത് ഉദ്ദേശം നല്ലതാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതിന് ഇപ്പം പല കോൺഗ്രസ്സുകാരും പറയുന്നത് ഇനി ഇത് നിർത്തി ഇതിൽ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം. ഇനി അടുത്ത വാചകം ഒരു ജാതി ഒരു ദൈവം, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് നാരായണ ഗുരു സ്വാമി പറഞ്ഞത്, ഇതിനെ ഈ ഒരു രാഷ്ട്രം, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ നേതാവ് ഭാരതീയ ജനതയ്ക്ക് എന്നും കൂടെ പറയാനായിട്ട് ശശി തരൂർ മുതിരുമോ എന്ന് ചോദിക്കുന്ന പലപ്പോഴും അത് ഈ വരുന്ന ഒരു പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങിയതാണ്. കാരണം പലപ്പോഴും അദ്ദേഹം ഈ മോദി ഭക്തി നടത്തുന്നുണ്ട്, പിന്നെ BJPയോടൊരു അകലം പാലിക്കായ്മ ഉണ്ട്, അതിനോടൊപ്പം അടുക്കലുണ്ട്. അതേസമയത്തിന് കോൺഗ്രസിന്റെ പല നേതാക്കളുമായിട്ടും വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, മാറി നിൽക്കപ്പെടുന്നു, മാറ്റി നിർത്തപ്പെടുന്നു ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ BJPയിലേക്കുള്ള യാത്ര എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ആർക്കും തടയാനൊന്നും കഴിയില്ല. അങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ആർക്കും അതിനകത്ത് ഒരു അഭംഗി വിചാരിക്കേണ്ട കാര്യമില്ല, അതിനകത്ത് ആരും അസംതൃപ്തരാവേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും കോൺഗ്രസിലെ പല നേതാക്കന്മാരും മുരളീധരനൊക്കെ കേരളത്തിൽ കിടന്ന് ശശി തരൂരിനെ തെറി വിളിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും അയാളുടെ ഒരു രീതികളോട് ഒരിക്കലും യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല നേതാക്കന്മാരും, പറയാത്തവരുമുണ്ട്, പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള പല നേതാക്കന്മാരും ഉള്ളപ്പോഴും ശശി തരൂരിനെ തള്ളാതെ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗവും AICC-ക്കകത്തുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അവിടെ പുറത്തും ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അല്ല, ഇന്ത്യയിലെ ധാരാളം യുവാക്കൾ ശശി തരൂരിനോടൊപ്പമാണ്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് സോണിയാഗാന്ധി എടുക്കുന്ന പല തീരുമാനങ്ങളും ശശി തരൂരിന് അനുകൂലമായിട്ടാണ് വരാറുള്ളത്. വളരെ അനുകൂലമായിട്ട്. അതെ. ഇപ്പൊ ഈ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള ചെയർമാൻ പദവി പോലും വീണ്ടും അദ്ദേഹത്തിന് നൽകുക എന്നുള്ളത് സോണിയാഗാന്ധി എടുക്കുന്ന തീരുമാനങ്ങളാണല്ലോ. ആ തീരുമാനം കേൾക്കുമ്പോൾ മുരളീധരനെ പോലുള്ള കോൺഗ്രസ്സുകാർ എന്താണ് ചിന്തിക്കേണ്ടത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതില്ല. അപ്പൊ ശശി തരൂരിനെ ഇവരൊക്കെ ഇവിടെ തള്ളിക്കളഞ്ഞാലും അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി മാത്രമായിരിക്കും ചിലപ്പോൾ ശശി തരൂരിനെ അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത്. അതിനുള്ള പല കാരണങ്ങളും അവർ തമ്മിൽ പേഴ്സണലായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അമേരിക്കൻ വിഷയം അടക്കം പലപ്പോഴും ആൾക്കാർക്ക് അറിയാവുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് മാത്രം. അങ്ങനെ കൊണ്ടുവന്ന അമേരിക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തുകൊണ്ടുവന്ന ആളാണല്ലോ ശശി തരൂർ, രാഹുൽ ഗാന്ധി. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഒരു ഈഗോ അവിടെ വർക്ക് ചെയ്യാം. ആ ഒരു സാഹചര്യത്തിലാണല്ലോ ഈ ശശി തരൂരിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത്. ഇതൊക്കെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന വലിയ അപജയത്തിന്റെ തുടക്കമായിരുന്നു. അങ്ങനെയല്ലേ നമുക്ക് ചിന്തിച്ച് കാണേണ്ടത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് AICC പ്രസിഡന്റ് പദവിയിലേക്ക് ഈ ശശി തരൂരിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. വലിയ മാറ്റമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല, നല്ല ആശയം പറയുന്ന ഒരു നേതാവില്ല,
മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. മര്യാദയ്ക്ക് സംസാരിക്കുക മാത്രമല്ല, രാഷ്ട്രത്തിന് ഇൻസ്പയർ ചെയ്യണ്ടേ. അതെ ഒരു രാഷ്ട്ര ഇപ്പൊ ഒരു നാഷണൽ പാർട്ടി, ഇപ്പൊ BJP കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു നാഷണൽ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അത് ആരും നിഷേധിക്കില്ലല്ലോ. അല്ല, അവിടുത്തെ ഒരു സംഭവം BJP അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരു നെടുന്തൂണായി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചരിത്രത്തിന്റെ ഭാഗമായി ഇപ്പോഴും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഒരു പാർട്ടിയാണുള്ളത്. അപ്പൊ അതിന്റെ ഒരു നേതാവ് BJP എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം കൊണ്ട് അത്തരത്തിലുണ്ടായ ഒരു പ്രസ്ഥാനമാണ്. മനസ്സിലായി. അതിനെ അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിലൊരു ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. കാരണം കോൺഗ്രസിന്റെ ഒരു സിറോക്സ് കോപ്പിയായിട്ട് BJP മാറുകയാണ്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ 404 സീറ്റൊക്കെ നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസ് പ്രസ്ഥാനം നമുക്കറിയാമല്ലോ. ആ പ്രസ്ഥാനം ഇന്ന് തകർന്ന 52-ലും ഈ പറഞ്ഞ പോലെ 100-ലും ഒക്കെ എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഇവിടെയാണ് 2 വട്ടം ഭരണം നേടി 3-ാമത്തെ വട്ടം ഭരിക്കുമ്പോഴും ഗ്രാഫ് കുറയുകയാണ്. ഒരിടത്തും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല BJPയുടെ പല നേതാക്കളുടെ ഇടയിലേക്കും ഈ അഴിമതിയുടെ ആരോപണങ്ങളും ഒക്കെ വന്നു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അധികാരത്തിൻ്റെ ഒരു വലിയ മേൽത്തട്ടിലേക്ക് എത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപജയമുണ്ടല്ലോ, അത് BJPയെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനെ പറ്റി അതാണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ 2 വട്ടം മാറി മാറി ഭരിച്ചപ്പോഴും അവർക്കുണ്ടായത് ഈ 2G സ്പെക്ട്രവും ഒപ്പം തന്നെ ഈ പറയുന്ന സുരേഷ് കൽമാടി അടക്കമുള്ളവരുടെയൊക്കെ അന്നത്തെ അഴിമതി കഥകളുമൊക്കെ എല്ലാവരും ഇന്നും മറന്നിട്ടില്ല എന്നുള്ളത്. അങ്ങനെ അഴിമതിയിൽ മുങ്ങി മറഞ്ഞുപോയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതേ ഒരു അവസ്ഥയിലേക്ക് BJP എത്താതിരിക്കട്ടെ. ഇനി താങ്കൾ പറഞ്ഞതിലേക്ക് വരുമ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അത് നമ്മൾ മാറ്റി വരുന്നില്ല. പക്ഷേ നാളെ ഇതങ്ങനെ അല്ലാതായി മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ഒരു നേതാവിന്, അദ്ദേഹം നേതാവല്ലാന്നോ പരിണിതപ്രജ്ഞനായിട്ടുള്ള നേതാവെന്ന് തന്നെ നമ്മൾ പറയുമ്പോഴും അദ്ദേഹത്തിന് പകരം താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളോട് സംവദിക്കാൻ കഴിയുന്ന, രാഷ്ട്രത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഇനിഷ്യൽ പുള്ളറായിട്ടുള്ള, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു കോൺഗ്രസിന്. പക്ഷേ അത് ശശി തരൂരിനെ മത്സരിച്ച് തോൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അത് തന്നെയല്ലേ ഒരു പരാജയം? അതാണ് എൻ്റെ പോയിന്റ്. ഏറ്റവും വലിയ പരാജയം അതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്ത ഏറ്റവും വലിയ 2-3 ബ്ലണ്ടറുകളുണ്ട്. ഇനി ഞാനതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ ബ്ലണ്ടർ എന്ന് പറയുന്നത് ഈ അധിരഞ്ജൻ ചൗധരി എന്ന് പറയുന്ന ഒരു വായാടിത്തക്കാരനെ പിടിച്ച് കഴിഞ്ഞ പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ളത് 3 തവണ വിജയിച്ച് കയറിയ ശശി തരൂരായിരുന്നു സീനിയറായ. അന്നത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ പ്രതിപക്ഷ നേതാവ് പദവി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അന്നില്ലായിരുന്നു. ഇല്ലായിരുന്നു. എങ്കിൽ പോലും ആ ഒരു പട്ടം നൽകാമായിരുന്നു. വേറെ ഒന്നും വേണ്ട, വണ്ടിയോ മറ്റു കാര്യങ്ങളോ സ്റ്റാറ്റസോ ഒന്നും വേണ്ട. ഈ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ആരാണ്, അല്ലെങ്കിൽ എന്ന് പറയാനായിട്ട് ലോക്സഭയിലെ നേതാവെന്ന് പറഞ്ഞ് കൊടുത്തിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് കസറി അവിടെ നിന്ന് പ്രസംഗിക്കാനും സംസാരിക്കാനും ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്റ്റാച്ചർ കുറച്ചുകൂടെ മെച്ചമാക്കുന്ന വിധത്തിൽ ഇന്ത്യയിൽ പല കാര്യങ്ങൾ സംസാരിക്കാനും അദ്ദേഹത്തിന് അവസരം കിട്ടുമായിരുന്നു. അത് കൊടുക്കാത്തതാണ് അദ്ദേഹം ഈ AICCയിൽ മത്സരിക്കാൻ തന്നെ കാരണം. അന്ന് എന്നെ ഒന്ന് കൊച്ചാക്കി, പിന്നീട് ഓരോ തവണയും സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ നിന്നൊക്കെ എന്നെ വെട്ടി മാറ്റി. അതാണ് അദ്ദേഹത്തിന് AICCയിൽ മത്സരിക്കാൻ തന്നെ കാരണം. അപ്പോൾ ആ മത്സരം അദ്ദേഹം കൊണ്ടുവന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിന്റെ വോട്ട് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം 1000-ൽ വോട്ട് പിടിച്ചു. 10% കൂടുതൽ വോട്ട് അദ്ദേഹം പിടിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ ഞെട്ടിച്ചു. അപ്പോൾ കോൺഗ്രസിനകത്തെ ചെറുപ്പക്കാര്, അതുപോലെ തന്നെ കോൺഗ്രസിന് പുറത്തുള്ള ചെറുപ്പക്കാര്, കേരളത്തിലെ ചെറുപ്പക്കാർ ഒക്കെ തന്നെ ആഗ്രഹിക്കുന്നത് യുവാക്കളുടെ മൊത്തത്തിലുള്ള ഒരു താല്പര്യം ഈ ശശി തരൂരിനെ പോലുള്ള ഒരാള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തലപ്പത്ത് വരണമെന്നാണ്. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഇദ്ദേഹം രമേശ് ചെന്നിത്തലയ്ക്ക് പകരം കേരളത്തിൽ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് വന്നിരുന്നെങ്കിൽ 2ാം ഊഴം പോലും ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരുണ്ട്. അത് ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് അന്നും വളരെ തൃപ്തിയായിരുന്നു ശശി തരൂരിനെ. അപ്പോൾ ഒരു സ്ത്രീകളുടെയും ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു മതവിഭാഗങ്ങളുടെയും ഒരു കുത്തൊഴുക്ക് ചിലപ്പോൾ കോൺഗ്രസിലേക്ക് വരികയും കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം മാറാനുള്ള സാധ്യതയും ഉണ്ടായി. നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ യുവാക്കളുടെ ഒരു വലിയ പ്രാതിനിധ്യം മാത്രമല്ല, യുവാക്കൾ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് കൂടി തന്നെയാണ് തീർച്ചയായിട്ടും ശശി തരൂർ എന്ന് പറയുന്നത്. അപ്പൊ അതും അദ്ദേഹത്തിന് നല്ലൊരു ചാൻസ് കിട്ടുന്നതായിരുന്നു. ആ ചാൻസും നഷ്ടപ്പെടുത്തി. അത് കഴിഞ്ഞിട്ടാണ് താങ്കൾ പറഞ്ഞ പോലെ AICCയുടെ പ്രസിഡന്റായിട്ട് ഇദ്ദേഹത്തിനെ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതായിരുന്നു.
അന്ന് കൊണ്ടുവരാൻ പിന്നെ യാതൊരു വിധത്തിലും മടിക്കേണ്ട കാര്യമില്ല. കാരണം പ്രായം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നടക്കാനും നിൽക്കാനും ഇരിക്കാനും ബുദ്ധിമുട്ടുന്ന മല്ലികാർജുന ഖാർഗെയെ നരേന്ദ്രമോദി 75 വയസ്സാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇത്തരത്തിലൊരാളെ അവിടെ ഇരുത്തിക്കൊണ്ട് ശശി തരൂരിനെ പുറകിലേക്ക് കൊണ്ടുവന്നത് കഷ്ടമാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ട് ശശി തരൂരിന് AICCയുടെ ചുമതല ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ മൊത്തം യുവാക്കൾക്ക് ഒരു പ്രചോദനമാകുന്ന വിധത്തിൽ അദ്ദേഹം നിന്നേനെ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പിന്നെ അടുത്ത 2026 കോൺഗ്രസിന് ഒരവസരം കൂടെ വരാൻ പോവുകയാണ്. ശശി തരൂരിനെ അവർ അമ്പിലും വില്ലും അടുപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു കേട്ടു, പ്രചരണ വിഭാഗത്തിന്റെ ചുമതല ശശി തരൂരിന് കൊടുക്കാൻ ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കേരളത്തിലെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രചരണം നടത്താനായിട്ട് ശശി തരൂരിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രം, ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ നേതാവ് ഭാരതീയ ജനതയ്ക്കെന്ന് പറയുമോ എന്ന് ചില കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ട്. അല്ല, ആ സംശയം ബലപ്പെടുത്തുന്ന പല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതെ, ഇവിടെ ഈ ശശി തരൂരിനെ പോലൊരു നേതാവിനെ എന്തുകൊണ്ടാണ് ഇവർ അംഗീകരിക്കാത്തത് എന്നുള്ളതാണ് വലിയ ചോദ്യം. കാരണം മോദിയോടൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു നേതാവാണ് കോൺഗ്രസിലെ ശശി തരൂരിന്. വേറെ ആരെങ്കിലും ഒരാളുടെ പേര് നമുക്ക് എടുത്തു പറയാൻ കഴിയുമോ? അങ്ങനെ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടിയിലില്ല. അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പേര് ആ കോൺഗ്രസ് പാർട്ടിയിലില്ല. അതിന് പറ്റുന്ന പേര് എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പറ്റുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയപ്പെടുന്നത് ശശി തരൂരിൻ്റെയാണ്. ആ ശശി തരൂരിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് തന്നെ ആ പാർട്ടിയെ പലതായിട്ട് വെട്ടിമുറിക്കുക എന്നതിന് തുല്യമാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു മുഖ്യമന്ത്രി മോഹമായിട്ടൊക്കെ വരുമ്പോൾ ഈ LDF സർക്കാർ മൂന്നാം സർക്കാർ രൂപീകരിക്കുവാനുള്ള ശ്രമമായിട്ട് നിൽക്കുകയാണ്. അത് ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഒരു UDF സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ വിദൂരമാണ്, വളരെ വിദൂരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു UDF സർക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ UDFിനുള്ളിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന നയിക്കുന്ന പാർട്ടി, അവർക്കുള്ളിൽ തന്നെയുള്ള തമ്മിലടി ആദ്യം അവസാനിച്ചാൽ മാത്രമേ ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ കഴിയൂ. കാരണം നമുക്കറിയാമല്ലോ, VD സതീശൻ, K സുധാകരൻ, ഈ സണ്ണി ജോസഫിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഗ്രൂപ്പൊന്നും ഇല്ലെങ്കിലും താമസിയാതെ അത് ഉണ്ടായേക്കാം. പിന്നെ അങ്ങനെ പലതരത്തിൽ K മുരളീധരൻ, ഈ ശശി തരൂർ, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കുപ്പായം തുന്നി നടക്കുന്ന ഒട്ടനവധി പേർ ഈ പാർട്ടിയിൽ തന്നെ ഉണ്ട്. ഇനി എന്തായാലും ഉണ്ട്. ഇവരിൽ തന്നെ ഉള്ള നേതാക്കന്മാർ തന്നെയാണ് പലപ്പോഴും ഈ പാർട്ടിയെ ഇത്തരത്തിൽ പലതായി വെട്ടിമുറിക്കുന്ന തരത്തിലേക്കും പരാജയത്തിലേക്കും കൊണ്ടുപോകുന്നു. പലപ്പോഴും അങ്ങനെയാണ് സംഭവം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പോലും ഉണ്ടാകുന്നതിന് പിന്നിൽ ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, നമ്മളതിൽ ഇപ്പോൾ സംസാരിക്കുന്ന വിഷയമല്ല എങ്കിൽ കൂടി പറഞ്ഞെന്ന് മാത്രം, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇത്ര ധൃതി കാണിക്കേണ്ട ആവശ്യം, തിടുക്കം കാട്ടേണ്ട ആവശ്യം ഇവർക്കുണ്ടായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സതീശനൊക്കെ ഇത്രയും വിപ്ലവം കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എന്നാൽ അതേപോലെ CPM-ൽ വന്ന ഒരു പ്രശ്നത്തെ അവർ എത്ര ലാഘവത്തോടു കൂടിയാണ് കണ്ടതെന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ? അവർ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ പലപ്പോഴും പലർക്കെതിരെയും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകും. ആ ആരോപണങ്ങളുടെ പേരിൽ എല്ലാ സ്ഥാനമാനങ്ങളും രാജിവെപ്പിച്ച് പുറത്താക്കുക, പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യുക എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടിക്കും ഒരിക്കലും അഭിലഷണീയമായ കാര്യമല്ല. അപ്പോൾ അത്തരത്തിൽ ഒരു വളർന്നു വരുന്ന ഒരു യുവതലമുറ, ഒരു നല്ലൊരു യുവ ബ്രിഗേഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിന്. ഇതൊക്കെ കണ്ടിട്ടാണ് മൂന്നാമതൊരു സർക്കാർ വരില്ല എന്ന് നമ്മളെല്ലാവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ LDFന്റെ ഒരു സർക്കാർ തന്നെ വരുന്ന സാഹചര്യത്തിലേക്ക് അത് പോകുന്നു. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഈ NSSന്റെയും SNDPയുടെയും മനമാറ്റം, അതുപോലെ തന്നെ 62 ലക്ഷം വരുന്ന ആൾക്കാർക്ക് ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കാൻ പോകുന്നു, 2000 രൂപയാക്കി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത്, ഏതാണ്ട് 11 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരുമായി 5 ലക്ഷം വീതം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാർക്കും ആനുകൂല്യം കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു 3-4 പേരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം കൂടെ 10-44 ലക്ഷം ജനങ്ങൾ, ഇങ്ങനെ എല്ലാം 1 കോടി ജനങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് ഖജനാവിൽ നിന്ന് കൊടുക്കാനുള്ള നീക്കം വരെയൊക്കെ നടത്തിക്കൊണ്ട് പിണറായി വിജയൻ ഒരു വലിയ ഇലക്ഷൻ സ്ട്രാറ്റജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ തിരിച്ചു പിടിക്കാനും നിൽക്കാനും, ഇപ്പം താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് അത്ര ഇതില്ല, നരേന്ദ്രമോദിക്കൊപ്പം നിന്നില്ലെങ്കിലും നരേന്ദ്രമോദിയുടെ ജയശങ്കർക്ക് ഒപ്പമെങ്കിലും നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ്, ഞാൻ നരേന്ദ്രമോദി അതെന്റെ ഒരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞതല്ല, ആ ഒരു സ്റ്റാറ്റസിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ കോൺഗ്രസിൽ പറ്റിയ അതിനും ചിലപ്പോൾ പറ്റിയിരിക്കും. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ പറ്റും. പ്രതിപക്ഷത്ത് ഉള്ളതിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നതായിട്ട് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് ശശി തരൂരിനാണ്.
പിന്നെ ഒരു പക്ഷേ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹത്തിന് ചിലപ്പം നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ കഴിഞ്ഞേക്കും. കാരണം പിന്നെ ഇപ്പോൾ കേന്ദ്രമൊക്കെ ചിലപ്പം ഒന്ന് മനസ്സലിഞ്ഞ് സഹായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിന്ന് പഴയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേക്കും. സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വളരെ വിദൂരത്തിലാണ് അവരുടെ ഒരു അധികാരത്തിലേക്കുള്ള കാൽവെപ്പ്. കാരണം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഉള്ള UDF അല്ല ഇന്നത്തെ UDF. അത് ഒരുപാട് പുറകെ പോയിരിക്കുന്നു. അപ്പോൾ പിണറായി വിജയൻ മൂന്നാം ഊഴം എന്നുള്ള രീതിയിലേക്കാണോ പോകുന്നത് എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോഴും ശശി തരൂർ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ഭേദപ്പെട്ട ഒരു മുഖമായിട്ട് ഒരു പോരിനിറങ്ങാൻ പറ്റിയ, അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റിയ ഒരാൾ ശശി തരൂർ തന്നെയാണ് എന്നുള്ളതിന് സംശയമില്ല. അവിടുത്തെ ഒരൊറ്റ എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ ആകർഷകരാകുന്ന ഒരു വലിയ വിഭാഗം യുവാക്കളുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം നരേന്ദ്രമോദിക്കൊപ്പം ഒന്നും പറയാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. നരേന്ദ്രമോദിക്ക് അടുത്ത് നിൽക്കാനുള്ള രാഷ്ട്രീയ പക്വതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയോ അല്ലെങ്കിൽ ഒരു വലിയ സംവിധാനത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയെ മുഴുവൻ വികസിപ്പിച്ചെടുക്കുന്ന ആ ഒരു നരേന്ദ്രമോദിയുടെ കർമ്മശേഷി ഒന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒറ്റ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ആത്മാർത്ഥയോടെ പറയുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. പിന്നെ മുന്നോട്ടുള്ള പോക്കിലേക്ക് തടസ്സം വരുന്ന, രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കിലേക്ക്, നമ്മുടെ യുവാക്കളുടെ മുന്നോട്ടുള്ള പോക്കിലേക്ക്, നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയുടെ മുന്നോട്ടുള്ള പോക്കിലേക്കൊന്നും തടസ്സം നിൽക്കുന്ന ഒന്നും എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ശശി തരൂർ പറയാറില്ല എന്നുള്ളതും സത്യമാണ്. തീർച്ചയായിട്ടും ശശി തരൂരിന്റെ ചില പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റും ഒക്കെ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞ രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്ന് പറയപ്പെടുന്ന വാദത്തിനുള്ളിൽ തന്നെ പല അർത്ഥങ്ങൾ, ഒരുപാട് അർത്ഥങ്ങളുണ്ട് ആ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കാണെങ്കിലും ആ നേതാക്കന്മാരുടെ മറ്റാർക്കെങ്കിലും ഒക്കെ ആണെങ്കിൽ തന്നെയും അവരൊക്കെ വളരെ മറ്റൊരു പക്ഷവും ചേരാതെ അത് വായിച്ചെടുത്താൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും കൊളംബിയയിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി പെട്ടെന്നൊരു തിരുത്തൽ വരുത്തി. ഞാനിവിടെ വന്നപ്പം ഇന്ത്യൻ നിർമ്മിത പിന്നെ ഹീറോ ഹോണ്ട കണ്ടു, പൾസർ കണ്ടു, ബജാജ് കണ്ടു, TVS കണ്ടു. അപ്പോൾ ഇന്ത്യൻ വാഹനങ്ങൾ ഇവിടെ കണ്ടപ്പോൾ, ഞാൻ കൊളംബിയ കണ്ടപ്പോൾ ഞാൻ ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആ ഒരു പിന്നെ മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ അതിശയിക്കുന്നു, അത്ഭുതപ്പെടുന്നു, അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊടുത്തത് ഈ നിലക്കുന്ന ഈ സർക്കാരും ഈ നരേന്ദ്രമോദിയും ഒക്കെ തന്നെയാണെന്നുള്ളത് അദ്ദേഹം അവിടെ മറന്നുപോയി. അവരെ ഉൾപ്പെടെ ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ജനാധിപത്യമില്ലെന്നും ഇന്ത്യയിൽ ഭരണഘടന പിന്നെ നിലനിൽക്കാനുള്ളതൊന്നും നടക്കുന്നില്ലെന്നും ഒക്കെ അദ്ദേഹം വിദേശത്ത് പോയി അധിക്ഷേപിക്കുന്നതും അവിടെയാണെന്നുള്ളത് നിൽക്കുമ്പോഴാണ് ശശി തരൂരിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നായാൽ മതി എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് പ്രസക്തമാകും. ആ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളോട് ഒരു വല്ലാത്ത സ്നേഹവും ഇന്ത്യയെക്കുറിച്ച് വല്ലാത്ത ആത്മാഭിമാനവും ഒക്കെ തോന്നുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം. മാത്രമല്ല ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിക്കും ശശി തരൂർ വഴിയെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.